ബൽറാം നെടുങ്ങാടി, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ ആശ്വാസം. BJPക്കും കേന്ദ്ര സർക്കാരിനും മാത്രമല്ല ഇത് തിരിച്ചടിയെന്ന് പറയേണ്ടി വരും. കോൺഗ്രസിനും ഈ വിധി വലിയ തിരിച്ചടിയാണ്. കോൺഗ്രസും ഈ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേട് നടത്തിയിട്ടുണ്ട്. അത് ഗോവയിലും അതുപോലെ തന്നെ ഡൽഹിയിലുമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ആ പണം ചെലവഴിച്ചിട്ടുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചവരിൽ ഏറ്റവും മുന്നിൽ കോൺഗ്രസും ഉണ്ടായിരുന്നു. ആ നിലയിൽ നോക്കുമ്പോൾ കോൺഗ്രസിനും ഈ വിധി തിരിച്ചടി തന്നെയെന്ന് പറയേണ്ടി വരും. അത് കോൺഗ്രസിനേക്കാൾ ഉപരി BJPയെയും കേന്ദ്ര സർക്കാരിനെയും സംബന്ധിച്ച് കുറച്ചുകൂടി വലിയ തിരിച്ചടി അവരെ സംബന്ധിച്ച് നേരിട്ടിരിക്കുകയാണ്. രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഈ വിധിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ബൽറാം. ദിലീപ് കുമാർ, ഈ ഒരു വിധി ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. കാരണം പാർട്ടിയെ തന്നെ ഡൽഹിയിലെ തകർച്ചയ്ക്ക് കാരണമായ പ്രധാന വിഷയങ്ങളിൽ ഒന്നായിരുന്നു ഡൽഹി മദ്യനയ അഴിമതി കേസ്. ഈ കേസിൽ ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ മാസങ്ങളോളം ജയിലിൽ കഴിയേണ്ട സാഹചര്യമുണ്ടായി. കൂടാതെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് എതിരെയും കടുത്ത ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടാവുകയും അദ്ദേഹം അറസ്റ്റിലാകപ്പെടുകയും ചെയ്തു. ഇത് എല്ലാം തന്നെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയെ തകർത്ത ഒരു വിഷയമായിരുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ തോതിൽ ഇത് പ്രചരണ വിഷയമാക്കുകയും ചെയ്തിരുന്നു BJP. ആ ഒരു പ്രചരണം തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ തകർച്ചയ്ക്ക്, ഡൽഹിയിലെ തോൽവിക്ക് പ്രധാന കാരണങ്ങളിൽ ഒന്നായത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിലിപ്പോൾ CBIക്ക് വലിയ തിരിച്ചടിയാകുന്ന തരത്തിലുള്ള ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കമുള്ളവരെ ഈ കേസിൽ നിന്നും കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ് കോടതി. ഇവർക്കെതിരെ മതിയായ തെളിവുകളില്ല. ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് അത് തെളിയിക്കാൻ ഉതകുന്ന വസ്തുതാപരമായ അല്ലെങ്കിൽ കൃത്യമായ തെളിവുകളൊന്നും തന്നെ CBIയുടെ പക്കലില്ല എന്നുള്ളതാണ് കോടതിയുടെ വിലയിരുത്തൽ എന്നുള്ളത്. നേരത്തെ മുതൽ തന്നെ ആം ആദ്മി പാർട്ടി ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നും രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു കേസ് തങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്നത്, തങ്ങളുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് തുടർച്ചയായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രി അടക്കം മന്ത്രിസഭയിലെ ഏതാണ്ട് 5 പേർക്കെതിരെ ഒപ്പം തന്നെ MP മാർക്കെതിരെ ഉൾപ്പെടെ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ അത് പാർട്ടിയെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. BJP കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രചരണം നടത്തിയിരുന്നു. ഡൽഹിയിലും പഞ്ചാബിലും അടക്കം ഈ വിഷയം ഉന്നയിച്ച് പ്രചരണം നടത്തിയിരുന്നു. ദിലീപ് കുമാർ സൂചിപ്പിച്ച പോലെ തന്നെ BJP മാത്രമല്ല ഈ വിഷയം ആം ആദ്മി പാർട്ടിക്കെതിരെ ആയുധമാക്കിയിരുന്നത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് തുടർച്ചയായി തന്നെ ആം ആദ്മി പാർട്ടി ഓഫീസിന് മുന്നിലേക്ക് ഡൽഹി മദ്യനയ അഴിമതി കേസ് ഉപയോഗിച്ചുകൊണ്ട് പ്രതിഷേധ ധർണകളും റാലികളും നടത്തിയിരുന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് കനത്ത തിരിച്ചടി നൽകുന്നതാണ് ഈ കേസിൽ ഈ അരവിന്ദ് കെജ്രിവാളിനെയും ഒപ്പം തന്നെ മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കളെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള തീരുമാനം. കെജ്രിവാൾ അടക്കമുള്ള നേതാക്കളുടെ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു. നേരത്തെ മുതൽ തന്നെ രാഷ്ട്രീയപരമായ പകപോക്കൽ എന്നുള്ള ആം ആദ്മി പാർട്ടിയുടെ ആരോപണം അത് ശരിവെക്കുന്നതാണ് കോടതിയുടെ ഈ ഒരു തീരുമാനം എന്ന പ്രതികരണമാണ് ആം ആദ്മി. ബൽറാം തുടരുക. ഇപ്പോൾ ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിന്റെ ആ പ്രതികരണം തൊട്ട് അല്പസമയം മുമ്പ് ഡൽഹി റൌസ് അവന്യൂ കോടതിക്ക് മുന്നിൽ വെച്ച് നടത്തിയ ആ പ്രതികരണം ഒരിക്കൽ കൂടി കാണാം. पिछले कुछ सालों से भारतीय जनता पार्टी जिस तरह से शराब घोटाला कर रही थी और हमारे ऊपर आरोप लगा रही थी, आज कोर्ट ने सारे आरोप खारिज कर दिए और जितने भी एक्यूज्ड थे सबको डिस्चार्ज कर दिया। हम हमेशा कहते थे सत्य की जीत होती है, हमें भारतीय न्याय प्रणाली पे भरोसा है। मैं जज साहब का बहुत बहुत शुक्रिया अदा करता हूं जिन्होंने हमारे साथ न्याय किया, सत्य की जीत हुई। मैं हमेशा कहता था कि भगवान हमारे साथ है। मोदी जी ने और अमित शाह जी ने मिल के आजाद भारत का सबसे बड़ा राजनीतिक षड्यंत्र रचा। आम आदमी पार्टी को खत्म करने के लिए आम आदमी पार्टी के सबसे बड़े 5 नेताओं को जेल में डाल दिया गया।
यहाँ तक कि सिटिंग चीफ मिनिस्टर, जो आज तक भारत के इतिहास में कभी नहीं हुआ, सिटिंग चीफ मिनिस्टर को उसके घर से घसीटकर जेल में डाला गया और 6 महीने तक जेल में रखा गया। हमारे उप मुख्यमंत्री मनीष सिसोदिया जी, उनको लगभग 2 साल तक जेल में रखा गया। पूरा का पूरा फर्जी केस था। हमारे ऊपर कीचड़ फेंका गया। 24 घंटे टीवी चैनलों के ऊपर डिबेट चलते थे, खबरें दिखाई जाती थी केजरीवाल भ्रष्ट है, केजरीवाल भ्रष्ट है। हो गया संभालिए सर, अपने आप संभालिए, हिम्मत सर, ये केजरीवाल भ्रष्ट नहीं है। मैंने केवल अपनी जिंदगी में ईमानदारी कमाई है। इन्होंने झूठा केस लगाया और आज ये साबित हो गया। कोर्ट ने कहा है कि केजरीवाल कट्टर ईमानदार है, मनीष सिसोदिया कट्टर ईमानदार है, आम आदमी पार्टी कट्टर ईमानदार है। मैं प्रधानमंत्री जी से कहना चाहता हूं, सत्ता के लिए इस तरह से खिलवाड़ मत कीजिए देश के साथ, इस तरह से संविधान के साथ खिलवाड़ मत कीजिए। आपको सत्ता चाहिए, अच्छे काम कीजिए। आज देश के सामने इतनी बड़ी बड़ी समस्याएं हैं, महंगाई है, बेरोजगारी है, पूरे देश में सड़कें टूटी पड़ी है, चारों तरफ पोल्यूशन ही पोल्यूशन हो रहा है, चारों तरफ देश में इतनी समस्याएं हैं। उन समस्याओं का समाधान करके सत्ता में आइए ना। केजरीवाल पे, आम आदमी पार्टी पे झूठे केस क्यों करते हैं? अच्छा काम करके सत्ता में आइए। इस तरह के झूठे केस करना और 24 घंटे विरोधियों के, विपक्षियों के खिलाफ ऊट पटांग के केस करना, उनको जेल में डालना, ये एक प्रधानमंत्री को शोभा नहीं देता। इससे देश आगे नहीं बढ़ेगा। देश आगे तब बढ़ेगा जब जनता की समस्याओं का समाधान किया जाएगा। ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ തന്നെ അഴിമതിക്കാരനെന്ന് ചിത്രീകരിച്ചതിനെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹം പൊട്ടിക്കരയുകയാണ് ചെയ്തത്. ഒപ്പം ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും ഉണ്ടായിരുന്നു. വളരെ പ്രശസ്തമായ ഒരു കഥ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഇക്കാര്യം കൂടി പറഞ്ഞത്. കേജ്രിവാളും ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയും ആം ആദ്മി പാർട്ടിയുമൊക്കെ ഇക്കാര്യത്തിൽ കട്ടർ ഇമാൻദാർ, സത്യസന്ധനായ മരം വെട്ടുകാരൻ്റെ കഥ ഉദാഹരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഒരു മരം വെട്ടുകാരൻ്റെ കോടാലി അത് നദിയിൽ വീഴുകയും അത് ഈ മരം വെട്ടുകാരൻ പ്രാർത്ഥിച്ചതിനെ തുടർന്ന് ആദ്യം വനദേവത സ്വർണ്ണക്കോടാലി കൊണ്ടുവരുന്നു, പിന്നീട് വെള്ളിക്കോടാലി കൊണ്ടുവരുന്നു. അപ്പോഴെല്ലാം ഇത് തൻ്റേതല്ല എന്ന് പറഞ്ഞ ആ മരം മുറിക്കാരനെ ഉദാഹരിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ തങ്ങൾ ആ നിലയിലുള്ള അങ്ങനെയുള്ള കട്ടർ ഇമാൻദാറാണ് എന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ മാധ്യമപ്രവർത്തകരോടുള്ള സംസാരം അവസാനിപ്പിച്ചത്. ഏതായാലും ഡൽഹി മുൻ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും മനീഷ് സിസോദിയയ്ക്കുമെല്ലാം വലിയ ആശ്വാസമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഡൽഹി റൌസ് അവന്യൂ കോടതി മദ്യനയ അഴിമതി കേസിൽ കുറ്റക്കാരല്ല, ഇവരുൾപ്പെടെ 23 പ്രതികളും കുറ്റക്കാരല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട്. ബൽറാം, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉയർന്നു വരികയാണ്. നേരത്തെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കൽക്കരിപ്പാടം അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് സുപ്രീം കോടതി ഉദാഹരിച്ചത് CBI എന്നാൽ കൂട്ടിലടച്ച തത്തയായി മാറിയിരിക്കുന്നു, കൂട്ടിൽ നിന്ന് CBI പുറത്തു വരണമെന്നതാണ്. പക്ഷേ ഇപ്പോഴും ഈ സംഭവത്തോടുകൂടി വീണ്ടും ഇതൊരു ചർച്ചയാകില്ലേ? കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പ്രേരിതമായി കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചയ്ക്ക് ഇപ്പോഴത്തെ ഈ കോടതി വിധി വഴിയൊരുക്കുകയല്ലേ? ഏതാണ്ട് പ്രതിപക്ഷ ആരോപണം ആ നിലയിൽ അവർ ഉന്നയിക്കുന്നതിനെ സാധൂകരിക്കും വിധമുള്ള കോടതി വിധിയല്ലേ വന്നിട്ടുള്ളത്? മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കൂ, നിരപരാധി എന്ന് കണ്ട് കോടതി വിട്ടയച്ച ഒരു മുഖ്യമന്ത്രി, അരവിന്ദ് കെജ്രിവാൾ തന്നെ പറഞ്ഞു അല്പസമയം മുമ്പ്, രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു മുഖ്യമന്ത്രിയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി ജയിലിലടയ്ക്കുന്നത്. 6 മാസക്കാലം അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നു. ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ജയിലിൽ കിടന്നത് 2 വർഷക്കാലമാണ്. ഇങ്ങനെ ഈ നിരപരാധികളെന്ന് കണ്ട് ഇപ്പോൾ വിട്ടയക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചുണ്ടായ നഷ്ടം, വ്യക്തിപരമായി ആ നേതാക്കൾക്കുണ്ടായ നഷ്ടം, ആ സംസ്ഥാനത്ത് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ
ഭരണം പോലും നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് ഈ ഡൽഹി മദ്യനയ അഴിമതി കേസ് എത്തിച്ചിരുന്നു. അതിനൊക്കെ ഇനിയിപ്പോൾ ഈ കാലങ്ങൾക്ക് ശേഷം ഇവരെ നിരപരാധികളെന്ന് കണ്ട് വിട്ടയക്കുമ്പോഴും അവർ അനുഭവിച്ച ആ വേദനയ്ക്ക്, അവർക്കുണ്ടായിട്ടുള്ള ആ പാർട്ടിക്കുണ്ടായിട്ടുള്ള അധികാര നഷ്ടത്തിനൊക്കെ ഇനി ആര് സമാധാനം പറയും എന്ന ചോദ്യമൊക്കെ ഉയർന്നു വരും. ഏതായാലും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇനി വളരെ ശക്തമായി തന്നെ ഈ കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വരികില്ലേ ബൽറാം? ദിലീപ് കുമാർ, ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നു എന്നും ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതിരോധികൾക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു എന്ന് ഡൽഹി മദ്യനയ അഴിമതി കേസ്, ഒപ്പം തന്നെ ജാർഖണ്ഡിലെ ഹേമന്ത് സോറിന് എതിരായ കേസുകൾ ഉൾപ്പെടെയുള്ളവ വിഷയമാക്കിക്കൊണ്ട് ഉന്നയിച്ചിരുന്നു. അത് രാജ്യവ്യാപകമായി തന്നെ കൂറ്റൻ റാലികളും ഈ വിഷയത്തിൽ സംഘടിപ്പിച്ചിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.